എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഗേറ്റ് അഥവാ നോയിസ് ഗേറ്റ് എന്താണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. കുറേ സുഹൃത്തുക്കൾ കമൻ്റായിട്ട് എഴുതാറുണ്ട് ഗേറ്റിനെ കുറിച്ചും കംപ്രഷനെ കുറിച്ചും ഒക്കെ പറഞ്ഞു തരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഗേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് മിക്സർ വെച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. ഞാൻ നോർമലി നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ജസ്റ്റ് ഗേറ്റ് എന്താണ് എന്നുള്ളത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചെറിയൊരു ഉദാഹരണം വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഗേറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. നിങ്ങൾ വലിയ വലിയ മാളുകളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കാണാറില്ലേ സെൻസർ ഗേറ്റ്? ഡോറിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ ഈ ഗേറ്റ് തുറക്കും. നമ്മൾ കയറി കഴിഞ്ഞാൽ എന്താവും? ഗേറ്റ് ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. അതേപോലെ തന്നെയാണ് ഈ സൗണ്ടിൻ്റെ ഗേറ്റും പ്രവർത്തിക്കുന്നത്. ഈ ഗേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ നോയ്സുകൾ, അതുപോലെ നമ്മൾ ലൈവ് പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ബാക്കിൽ നിന്ന് ബസ് പോകുന്ന സൗണ്ട്, അതുപോലെ തന്നെ കിളികൾ കരയുന്ന സൗണ്ട്, പിന്നെ ആളുകൾ സംസാരിക്കുന്ന സൗണ്ട്, അല്ലെങ്കിൽ സ്റ്റേജിലാണെങ്കിൽ ഓർക്കസ്ട്രക്കാർ ഓരോന്ന് വായിക്കുമ്പോൾ അവരെ മോണിറ്ററിൽ നിന്ന് വരുന്ന സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടാവും. ബാക്ക്ഗ്രൗണ്ടിൽ ആവശ്യമില്ലാതെ വരുന്ന സൗണ്ടുകളൊക്കെ കട്ട് ചെയ്ത് ഓഡിയോക്ക് ക്ലിയർ നൽകാനാണ് നമ്മൾ ഗേറ്റ് ഉപയോഗിക്കുന്നത്. ഈ ഗേറ്റിൽ പ്രധാനമായിട്ടും 5 സെറ്റിങ്സുകളാണ് വരുന്നത്. ഒന്നാമത്തേതാണ് ത്രെഷോൾഡ്. ഈ ത്രെഷോൾഡാണ് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. എത്ര ശബ്ദത്തിൽ സംസാരിച്ചാൽ ഗേറ്റ് തുറക്കണം എന്നുള്ളതാണ് ത്രെഷോൾഡ്. ഈ മാളിലെ ഗേറ്റ് സെൻസറിൽ വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഉദാഹരണത്തിന് ശബ്ദത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് കരുതുക. അപ്പോൾ നമ്മളിത് അതിലൊരു സെറ്റിങ്സ് ചെയ്ത് കൊടുക്കും. എന്ത് എത്ര ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ ഈ ഗേറ്റ് തുറക്കണം. താഴെയുള്ള ശബ്ദങ്ങളൊക്കെ വന്ന് ഇപ്പോൾ ബസ് ഓണ സൗണ്ട് ഉണ്ടാവും, ഇതൊക്കെ വന്നാൽ ഗേറ്റ് തുറക്കരുത്. അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് എത്ര ഉച്ചത്തിലുള്ള ശബ്ദം വന്നാലാണ് ഈ ഗേറ്റ് തുറക്കേണ്ടത് സെറ്റ് ചെയ്യും. അതിന് താഴെയുള്ള ശബ്ദങ്ങളൊന്നും വന്നാൽ ഗേറ്റ് തുറക്കൂല. അതിനാണ് ഈ ത്രെഷോൾഡ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേത് പിന്നെ അറ്റാക്കാണ്. അറ്റാക്ക് എന്ന് വെച്ചാൽ ഈ ഗേറ്റ് എത്ര പെട്ടെന്ന് തുറക്കണം. നമ്മൾ ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് ഈ ഗേറ്റ് തുറക്കണം എന്നാണ് അറ്റാക്ക്. മൂന്നാമത്തേത് വരുന്നത് ഹോൾഡാണ്. ആള് അകത്ത് കയറി പോയി കഴിഞ്ഞതിന് ശേഷം എത്ര നേരം ഡോറ് തുറന്നു നിൽക്കണം എന്നുള്ളതാണ് ഹോൾഡ്. നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ ചെറിയൊരു ഗ്യാപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഗേറ്റ് അടഞ്ഞു പോകാതിരിക്കാൻ ഉപകാരപ്പെടുന്നതാണ് ഈ ഹോൾഡ്. നാലാമത്തത് റിലീസാണ്. എത്ര സാവധാനം ഗേറ്റ് അടയണം എന്നുള്ളതാണ് റിലീസ്. പെട്ടെന്ന് അടഞ്ഞു കഴിഞ്ഞാൽ എൻഡ് കട്ടായി പോകും. പ്രത്യേകിച്ച് സിംഗേഴ്സൊക്കെ പാടിക്കഴിഞ്ഞാൽ അവർ പാടിയ ശബ്ദം അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം സാവധാനം വേണം ഗേറ്റ് അടയാൻ. അഞ്ചാമത്തേത് വരുന്നത് ലാസ്റ്റത്തെ റേഞ്ചാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര റേഞ്ചിൽ ഇത് അടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ പകുതി അടഞ്ഞു കിടക്കണോ അല്ല ഫുള്ളായിട്ട് അടഞ്ഞു നിൽക്കണോ എന്നുള്ളതാണ്. അതായത് ഈ ഗേറ്റ് അടക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഫുള്ളായിട്ട് അടിച്ചു നിർത്തണോ അല്ല ചെറിയൊരു വോളിയം കുറച്ച് നിർത്തണോ എന്ന് തീരുമാനിക്കുന്നതാണ് റേഞ്ച്. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്താൽ നമ്മുടെ മൈക്കിലെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കളഞ്ഞ് പാട്ടും സംസാരവും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് പറയുന്നത്. അടുത്തത് നമുക്ക് കംപ്രഷനെ കുറിച്ചിട്ട് പറയാം. പിന്നെ അതുകൊണ്ട് തന്നെ ഒരു മിക്സർ കിട്ടുമ്പോൾ എല്ലാവർക്കും ഡയറക്റ്റ് ഇത് കാണിച്ച് തന്നിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്ത് തന്നെ അത് ചെയ്യും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞതിൽ വല്ല സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.